സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർത്തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന മന്ന
പ്രൈസ് ദി ലോർഡ്. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 8 തിരുവചനങ്ങൾ 34 മുതൽ 36 വരെയും. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമ എക്കാലവും ഭവനത്തിൽ വസിക്കുന്നില്ല, പുത്രനാകട്ടെ എക്കാലവും വസിക്കുന്നു. അതുകൊണ്ട് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇവിടെ സുവിശേഷകൻ അടിമത്തത്തെക്കുറിച്ചും സ്വാതന്ത്ര്യത്തെക്കുറിച്ചുമാണ് പറയുക. 34-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. അടിമയുടെ പ്രത്യേകത എന്താണ്? അവന് സ്വാതന്ത്ര്യമില്ല. താൻ ആരുടെ അടിമയായി വന്നിരിക്കുന്നുവോ ആ വ്യക്തിയുടെ ആജ്ഞാവൃത്തി മാത്രമാണ്. അയാൾ എന്തു പറയുന്നുവോ അത് താൻ ചെയ്യാൻ ബാധ്യസ്ഥനായിരിക്കുന്നു. ഒരു സ്വാതന്ത്ര്യമില്ല, ഒരു സ്വാതന്ത്ര്യമില്ല. ഒരിക്കൽ ഒരമ്മച്ചി തൻ്റെ മകളെ ധ്യാനകേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുവാനായിട്ട് കൊണ്ടുവന്നു. അമ്മച്ചി മകളെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു, എൻ്റെ പൊന്നു സഹോദര, എൻ്റെ മകള് നന്നായി പഠിച്ചുകൊണ്ടിരുന്ന ആളാണ്. അവർക്കിപ്പോൾ പഠിക്കണ്ട, പഠിക്കുന്നതിനെക്കുറിച്ച് യാതൊരു ചിന്തയുമില്ല, എപ്പോഴും ആലോചനയാണ്. അവൾക്ക് വേറെ എന്തൊക്കെയോ ചിന്താഗതികളാണ്. അവൾ മറ്റു പല കാര്യങ്ങളും വ്യാപൃതയാണ്. സിനിമയുടെയും സീരിയലിൻ്റെ മൊബൈലിൻ്റെ ഇതെല്ലാം കൂടെ നടക്കുകയാണ്. ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അവളോടൊന്ന് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടു. മാതാപിതാക്കളെ അനുസരിച്ച് വളരെ സന്തോഷവതിയായി നന്നായി പഠിച്ച് കൊണ്ടിരുന്ന ഈ മകളുടെ ജീവിതത്തിന് എന്താ സംഭവിച്ചെന്നറിയാൻ ഈ അമ്മച്ചി മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, അവർക്ക് വിടുതലുണ്ടാകാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. ഈ മകളെ നിർത്തി അവളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി. അവൾ പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണ്ട. നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, മാതാപിതാക്കളെ അനുസരിച്ചിരുന്ന, നന്നായി പഠിച്ചിരുന്ന, സ്കൂളിൽ കൃത്യമായി പോയിക്കൊണ്ടിരുന്ന ആൾ ഇപ്പോൾ പറയുകയാണ്, പ്രാർത്ഥിക്കണ്ട, പഠിക്കണ്ട, മാതാപിതാക്കളെ അനുസരിക്കുന്നില്ല. എന്താണ് ഈ പെൺകുട്ടിക്ക് സംഭവിച്ചത്? പ്രിയമുള്ളവരെ, അവളുമായുള്ള സംഭാഷണത്തിനിടയിൽ ദൈവം ഒരു കാര്യം കൃത്യമായി ബോധ്യപ്പെടുത്തി തന്നു. അത് അവളുടെ അധരങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അവളുടെ പഠനത്തിനിടയിൽ, അവളുടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവളുടെ തൊട്ട് സീനിയറായി പഠിക്കുന്ന ഒരു യുവാവുമായിട്ട് ഇഷ്ടത്തിലായി. സാധാരണ ഇഷ്ടമല്ല, വഴിവിട്ട തെറ്റായ സ്നേഹബന്ധം. ഈ തെറ്റായ സ്നേഹബന്ധത്തിലേക്ക് അവൾ കടന്നു വന്നു. മാതാപിതാക്കൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ചങ്ങാത്തം, ദൈവം ആഗ്രഹിക്കാത്ത ഒരു കൂട്ടുകെട്ട് അതിലേക്ക് അവൾ പെട്ടു. പ്രിയമുള്ളവരെ, അവനുമായിട്ടുള്ള സംഭാഷണത്തിൽ ലോകത്തിലെ കാര്യങ്ങൾ, ലൗകികമായ കാര്യങ്ങൾ, ദൈവത്തിന് ഇഷ്ടപ്പെടാത്തതും ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക് നിരക്കാത്തതുമായ പ്രവൃത്തികളും വാക്കുകളും അവരുടെ ജീവിതത്തിൽ കടന്നു വന്നു. അവരതിന് അടിമയായിപ്പോയി. ആ അടിമത്തം അവരുടെ ജീവിതത്തിൽ വന്നതോടുകൂടി അന്നുവരെ അവരുടെ ജീവിതത്തിലുണ്ടായിരുന്ന സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. മാതാപിതാക്കളുണ്ടായിരുന്ന സ്വാതന്ത്ര്യം,
പഠിക്കാൻ പോകുമ്പോഴും പഠിക്കുമ്പോഴുമുള്ളൊരു സ്വാതന്ത്ര്യം, സമാധാനം, പള്ളിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ, കുടുംബ പ്രാർത്ഥന നടത്തുമ്പോൾ, ദേവാലയത്തിൽ ദേവാരാധനയ്ക്ക് പോകുമ്പോഴുണ്ടായിരുന്ന സന്തോഷം, സ്വാതന്ത്ര്യം എല്ലാം നഷ്ടപ്പെട്ടു പോയി. തെറ്റായ ബന്ധത്തിലേക്ക് പോയപ്പോൾ, തിന്മ നിറഞ്ഞ ഒരു കൂട്ടുകെട്ടിലേക്ക് പോയപ്പോൾ, ദൈവം ആഗ്രഹിക്കാത്തൊരു പ്രവൃത്തിയിലേക്ക് പോയപ്പോൾ ഇതാ അവളുടെ ജീവിതം തിന്മ നിറഞ്ഞതായി. അവളുടെ ജീവിതത്തിൽ പാപത്തിന് സ്വാധീനമുണ്ടായി. നുണ പറച്ച് തുടരെ പല കാര്യങ്ങൾ കള്ളത്തരം പറയാൻ തുടങ്ങി. വൈകി വന്നത് എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ നുണ പറയാൻ തുടങ്ങി. ഒരു തെറ്റിന് പകരം പല തെറ്റുകൾ പറയാൻ തുടങ്ങി. പല പാപങ്ങളും അവളുടെ ജീവിതത്തിൽ കടന്നു വന്നു. ഇത് അവളുടെ ജീവിതത്തിലെ പാപത്തിൻ്റെ അടിമത്തത്തിലായിപ്പോയി. ഈ അടിമത്തം ഉള്ളതുകൊണ്ടാണ് അവൾ മുമ്പ് സ്വതന്ത്രയായിരുന്നപ്പോൾ അവളുടെ ഉള്ളിൽ അവൾ തെറ്റ് ചെയ്യാതെ നിർമ്മല മനസാക്ഷിയോടെ ജീവിച്ചുകൊണ്ടായിരുന്ന ആ കാര്യങ്ങളൊന്നും അനുഷ്ഠിക്കാനായിട്ട് അവൾക്ക് ചെയ്യാൻ പറ്റാതെ വന്നത് ഈ അടിമത്തം കടന്നു വന്നപ്പോഴാണ്. പ്രിയമുള്ളവരെ, അവളെ ആ തെറ്റിനെക്കുറിച്ചുള്ള ബോധ്യപ്പെടുത്തി, അവളുടെ തെറ്റിനെക്കുറിച്ച് തിരുത്തുവാൻ തയ്യാറായി. അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ സന്നിധിയിൽ ഒരു നല്ല കുമ്പസാരം അവൾ നടത്തി. അവളുടെ ജീവിതത്തിൽ ഇതാ വെളിച്ചം പകരുകയാണ്. ഏതാനും ദിവസം കഴിഞ്ഞ് ഒരു താമസിച്ചുള്ള ധ്യാനം കൂടിയതോടുകൂടി ഈ പറഞ്ഞ പ്രകാരമുള്ള രീതിയിലുള്ള പ്രവൃത്തികൾ അവളുടെ ജീവിതം സംഭവിച്ചു. അവളുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായി. പ്രിയമുള്ള വചനം കേട്ട് കഴിഞ്ഞപ്പോൾ അനുതാപം ഉണ്ടായി. നല്ല കുമ്പസാരം നടത്തി. യേശുവിൻ്റെ സന്നിധിയിൽ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിച്ചു. തെറ്റ് തിരുത്താൻ തയ്യാറായി. ഇത് അവളുടെ ജീവിതത്തിലേക്ക് വെളിച്ചം പകരുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം ഉണ്ടായി. വചനം പറയുകയാണ്, പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും. അതെ, അടിമത്തത്തിൽ നിന്നും നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുകയാണ് യേശു ചെയ്യുന്നത്. ഇവിടെ പ്രിയമുള്ളവരെ കാണാൻ സാധിക്കും, ഇതാ പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. നമ്മൾ ഏത് തെറ്റ് ചെയ്യുന്നോ ആ തെറ്റിൻ്റെ അടിമത്തത്തിലേക്ക് നമ്മളൊരു കുറ്റം പറയാമെന്നോ ഒരു കുറ്റം നമ്മൾ പറയുന്നുള്ളൂ. തുടക്കം ഒരു കുറ്റമായിരിക്കും കേൾക്കുന്നത്. ആ ഒരു കുറ്റം കേൾക്കൽ മറ്റനേക പ്രാവശ്യം വിധവിൽ കുറ്റം കേൾക്കാനും കുറ്റം വിധിക്കാനും ഇടയാകും. ആ പ്രവൃത്തിക്ക് നമ്മൾ അടിമയായിപ്പോവും. പിന്നീട് നമ്മളുടെ വായിൽ നിന്ന് ഒരു നന്മ പുറപ്പെടുവിക്കുന്നു. മറ്റൊരാളുടെ ഒരു നന്മ പറയാനോ മറ്റൊരാളിൽ നിന്ന് ഒരു നന്മ കേൾക്കാനോ നമുക്ക് സാധിക്കാതെ വരുന്നു. നമ്മുടെ നാവും നമ്മുടെ കാതും ഈ തിന്മയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു. മദ്യപാനിയായ ഒരു മകൻ ഒരു മദ്യപാനത്തിൻ്റെ ദുശീലം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നാൽ അടിമത്തം അവനുണ്ടാകുന്നു. അതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഉണ്ടാകുന്നില്ല. അവൻ ആ തിന്മയിൽ മുഴുകുന്ന മുഖാന്തരം അവനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഒരടിമത്തം, ഒരസ്വസ്ഥത, അസമാധാനക്കേടുണ്ടാക്കുന്നു. പ്രിയമുള്ളവരെ, ഈ അസമാധാനത്തിൽ നിന്നും ഈ അടിമത്തത്തിൽ നിന്നും നമ്മെ വിമോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ കടന്നു വന്നത്. പ്രിയമുള്ളവരെ, പാപത്തിൻ്റെ മേഖലകളിൽ അടിമപ്പെട്ടു പോയ ധാരാളം മക്കൾ യുവജനങ്ങളുടെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ വരാറുണ്ട്. പാപത്തിന് അടിമത്തിൽ പോയ ഒരിക്കൽ ഒരു യുവാവ് ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ധ്യാനം തുടങ്ങിയതേ ഉള്ളൂ. ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവൻ പുറത്തിയാടിയിട്ട് അവൻ പറയണം, എനിക്കിപ്പോൾ വീട്ടിൽ പോകണം. അവൻ നിർബന്ധം പിടിക്കുകയാണ്, എനിക്ക് വീട്ടിൽ പോകണം ഇപ്പോൾ. അവൻ നോക്കിയപ്പോഴത്തേക്കും അവനടുത്ത് വിളിച്ച് സംസാരിക്കാനിടയായപ്പം അവൻ്റെ കൈകളിൽ അവൻ പേന കൊണ്ട് ആ 2 മണിക്കൂർ കൊണ്ട് കുറേ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അതിലൊരു യുവജന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു പേരാണ് എഴുതി വച്ചിരിക്കുന്നത്. പിന്നീട് അവൻ്റെ കൈകളിൽ പിശാചിനെ ആരാധിക്കുന്ന ചില സിംബൽസുകൾ അവൻ രേഖപ്പെടുത്തി വച്ചിരിക്കുന്നതായിട്ട് കാണാൻ സാധിച്ചു. അവനെ മാറ്റി നിർത്തി അവനോട് സംസാരിക്കാനിടയായപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അവൻ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്ന് ഈ പറയുന്ന പ്രസ്ഥാനത്തിൻ്റെയും ഈ പറയുന്ന പിശാചിനെ ആരാധിക്കുന്ന വ്യക്തികളുടെ കൂടെ ആരാധിക്കുകയും അത്തരം പ്രവൃത്തികൾ ഏർപ്പെടുകയും ചെയ്തു. അനേക പ്രാവശ്യമല്ല, ഒരു പ്രാവശ്യം അതിന് പോയതേ ഉള്ളൂ. അപ്പോഴേക്കും അവൻ്റെ ജീവിതത്തിൽ ഈ തിന്മയുടെ സ്വാധീനം, ഈ അടിമത്തം അവൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. ഇന്ന് അവൻ്റെ ജീവിതം നോക്കിയേ, അവൻ്റെ ജീവിതം തകർന്നിരിക്കുക. അവന് ചോദിച്ചപ്പോഴെന്ന് അവൻ സ്കൂളിൽ പഠിപ്പ് നിർത്തി. പ്ലസ് 2 പഠിച്ചുകൊണ്ടിരുന്ന കുട്ടിയാണ്. ആ പഠിപ്പ് നിർത്തി ഇന്നവൻ. പിന്നീട് ചോദിച്ചപ്പോഴാണ് അവന് എല്ലാ ദിവസവും വീട്ടിൽ നിന്ന് കാലത്ത് ഇറങ്ങിപ്പോയാൽ രാത്രി വൈകിയ വരിക. അവൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു കാതിൽ കമ്മൽ കുത്തിയിട്ടുണ്ട്. അവൻ്റെ കയ്യിൽ ഏതൊക്കെയോ ലോകത്തിൻ്റെ തിന്മയുടെ അരൂപികളുടെ പടങ്ങളുള്ള ചില ചിത്രങ്ങളൊക്കെയുള്ള മോതിരം ധരിച്ചിരിക്കുന്നു. അടിമത്തത്തിലാണ് ഇവൻ. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ അടിമത്തത്തിൽ കഴിയുകയാണ്. ഇവൻ്റെ സന്നിധിയിൽ ദൈവത്തിന് വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. അവൻ അതിനൊന്നും താല്പര്യമില്ല. പിന്നീട് ദൈവസന്നിധിയിൽ മുട്ടുകൾ മടക്കി ഏതാനും യുവാക്കന്മാർ ഈ യുവാവിന് വേണ്ടി മെറ്റൽ വിരിച്ച് ഇവന് വേണ്ടി ധ്യാന കേന്ദ്രത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോഴത്തേന് ഇവൻ്റെ ഉള്ളിൽ ചില മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി.
പ്രിയമുള്ളവരെ, ഇവൻ്റെ ജീവിതത്തിലേക്ക് യേശു വിളിച്ചു വീശാൻ തുടങ്ങിയാണ്. ഇവൻ ആ തെറ്റിൽ നിന്ന് പിന്മാറാനായിട്ട് തീരുമാനമെടുത്ത് ആദ്യം തന്നെ ഇവൻ്റെ കയ്യിലും മറ്റും ധരിച്ചിരുന്നതായിട്ടുള്ള പിശാചിനെ ആരാധിക്കുന്ന ആ അത്തരത്തിലുള്ള അവൻ്റെ സിംബൽസുകൾ അടങ്ങിയ സംഭവങ്ങളെല്ലാം അവൻ ഊരി മാറ്റിയപ്പോൾ തന്നെ അവന് മുഖത്തൊരു വെളിച്ചം വരികയാണ്. മാത്രമല്ല അപ്പോൾ തന്നെ അവൻ പറയണ അതുവരെയും വീട്ടിൽ പോകണമെന്ന് ബലം പിടിച്ച് ബഹളം ഉണ്ടാക്കി, ഒച്ചപ്പാടുണ്ടാക്കി, അസ്വസ്ഥ പ്രകടമാക്കി, ഒരു അക്രമവാസന പ്രകടമൊക്കെ കാണിച്ചു വെച്ചുകൊണ്ടിരുന്ന ആ യുവാവ് പെട്ടെന്ന് ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പോഴത്തേക്കും അവന് ഇത് സമാധാനം വരിക. പെട്ടെന്ന് ആ യുവാവ് പറയാണ്, ഞാനെങ്കിൽ ഈ ധ്യാനം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ. അതിനകത്തേക്ക് കയറിയിരുന്നു. പ്രിയമുള്ളവരെ, ആ ധ്യാനത്തിലൂടെ ആ ദൈവവേദലിന് വലിയ സ്വാതന്ത്ര്യം ഉണ്ടായി. യേശു അവനെ ആ അടിമത്തത്തിൽ നിന്ന്, ആ പാപത്തിൽ നിന്നും അവനെ മോചിപ്പിച്ചു. പ്രിയമുള്ളവരെ, നമുക്ക് കാണാൻ സാധിക്കും, ഈ ലോകത്തൊരു തിന്മ നിറഞ്ഞ ലോകമാണ്. ഈ തിന്മ നിറഞ്ഞ ഈ ലോകത്തിൽ ഒരുപാട് തിന്മ പ്രവൃത്തികൾ മറഞ്ഞിരിക്കുക. നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ പല കാര്യങ്ങളും നമ്മളെ സ്വാധീനിക്കാറുണ്ട്. ഒരിക്കൽ ഡാമിൻ സ്റ്റെയിൻ എന്ന് പറയുന്ന വലിയ UK-കാരനായ വചനപ്രഘോഷകൻ്റെ മകൻ, അദ്ദേഹത്തിൻ്റെ പിതാവായ ഡാമിൻ സ്റ്റെയിനോടൊപ്പം ജോൺ സ്റ്റെയിൻ എന്ന് പറയുന്ന യുവാവ് ഒരിക്കലും യുവജന ധ്യാനത്തിൽ അദ്ദേഹം യുവജനങ്ങൾ ധ്യാനിപ്പിക്കാനായിട്ട് വന്നു. ആ സമയത്ത് ആ യുവാവ് ഒരു 5 മിനിറ്റ് സാക്ഷ്യം പറയുന്നത് കേൾക്കാനിട്ടിടയായി. ആ സാക്ഷ്യത്തിൽ ഇങ്ങനെയാണ് ആ യുവാവ് പറഞ്ഞത്. ആ യുവാവ് പറയുകയാണ്, തൻ്റെ ചെറുപ്പത്തിൽ സിനിമ കാണുകയും സീരിയൽ കാണുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഈ സിനിമയും സീരിയലൊക്കെ കണ്ടുപിടിക്കുമ്പോൾ അതല്ലേ ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഡ്രഗ്സിന് ഉപയോഗിക്കുന്നതായ യുവാക്കൾ നടക്കുന്ന രീതിയെക്കുറിച്ച് അതിനകത്തൊരു കാണികൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് അവർ നടന്നു പോകുന്നത് പല പ്രാവശ്യവും അവൻ കണ്ട ആ സിനിമയിലൂടെ, അവൻ കണ്ട ആ സീരിയലിലൂടെ അവൻ കണ്ടു. എങ്ങനെയാണ് നടക്കുന്നത്? ആ ഒരു ജാക്കറ്റ് ഇട്ടിട്ടുണ്ട്. ജാക്കറ്റിൻ്റെ പുറവശത്തായ ഉടുപ്പിന് പറയുന്നതായി തലയിൽ കൂടെ ഇടുന്ന രീതിയിലൊരു തൊപ്പി ഉണ്ട്. അതുകൂടെ ചേർന്നതാണ് ആ ജാക്കറ്റ്. അത് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന യുവജനങ്ങൾ ഇത് തലയിൽ കൂടെ ഇട്ടിട്ട് ഒരു പ്രത്യേക രീതിയിൽ നടക്കുന്നതായിട്ട് അവൻ കാണുകയാണ്. പ്രിയമുള്ളവരെ, ഇത് കണ്ടു. പല പ്രാവശ്യം ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കണ്ടു. അതിന് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഇതെല്ലാം ഇവൻ്റെ മനസ്സിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇവൻ ദിവസം ഇങ്ങനെ അവൻ കോളേജിലേക്ക് പോവുകയാണ്. അങ്ങനെ അവൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് അവൻ ധരിച്ചിരിക്കുന്ന ജാക്കറ്റിൻ്റെ അവനോട് ചേർന്നുള്ള തലയിൽ കൂടെ ഇടുന്ന ആ സാധനം എടുത്ത് അവൻ തലയിൽ കൂടെ ഇടുകയാണ്. കാരണം അവൻ ആ ദിവസങ്ങളിൽ പ്രാർത്ഥന ഉപേക്ഷിച്ച് ലോകാരൂപിയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളും കണ്ടുകൊണ്ടിരുന്നു. അതവൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചു. ആ മകൻ പറയുകയാണ്, ഞാൻ അപ്പോൾ മുതൽ ഞാൻ മയക്കുമരുന്ന് ഉപയോഗിച്ചില്ല, പകരം അത് ഉപയോഗിച്ച ആൾ നടക്കുന്നത് പോലെ നടക്കാൻ തുടങ്ങി, അഭിനയിക്കാൻ തുടങ്ങി. പ്രിയമുള്ളവരെ, നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമായ ദൈവേഷ്ടമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. അത് നമ്മളെ ജീവിതത്തെ അടിമപ്പെടുത്തും. ആകയാൽ പ്രിയമുള്ളവരെ, ഇത്തരം ഒരു അടിമത്തത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തിന്മയുടെ സ്വാധീനം, തിന്മയുടെ അടിമത്തം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മളെ സ്വതന്ത്രരാക്കാൻ യേശുവിന് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് ഇന്ന് നമ്മുടെ ജീവിതത്തെ പരിശോധിച്ച് നമ്മെ അടിമപ്പെടുത്തുന്ന ലോകത്തിൻ്റെതായ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാം. അത് മദ്യപാനത്തിനെ ആകാം, പുകവലിയുടെ ആകാം, കുറ്റം പറച്ചിലിൻ്റെ ആകാം, കുറ്റം കേൾക്കുന്നതേ ആകാം, നുണ പറയുന്നതിൻ്റെ ആകാം, കപടതയുടെ ആകാം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും അടിമത്തമുണ്ടോ? ഭക്ഷണത്തോടുള്ള അമിതമായ പ്രിയമായിരിക്കാം, അമിതമായ അലസമായിട്ടുള്ള ഉറക്കമായിരിക്കാം. അടിമത്തം നമ്മളിലുണ്ടോ? ഈ അടിമത്തത്തിൽ നിന്നും യേശുവിനെ നമ്മളെ സ്വതന്ത്രനാക്കാനായിട്ട് സാധിക്കും. നമുക്ക് യേശുവിനാലുള്ള ഒരു സ്വാതന്ത്ര്യം നമുക്ക് അനുഭവിക്കണം. യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകും. യേശുവിന് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സ്വാതന്ത്ര്യം നൽകാനായിട്ട് സാധിക്കുകയുള്ളൂ. നമുക്ക് ഈ നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞാൻ എൻ്റെ ജീവിതം സമർപ്പിക്കുന്നു. എന്നെയോ എൻ്റെ പ്രിയപ്പെട്ടവരെയോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു തിന്മയുടെ അടിമത്തത്തിലാണ് ഞങ്ങൾ കഴിയുന്നതെങ്കിൽ കർത്താവേ, ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. അവിടുന്ന് ഇപ്രകാരം തിരുവചനത്തിലൂടെ അരുളി ചെയ്യുന്നുവല്ലോ. പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ
നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകുമെന്ന്. സത്യം നിങ്ങൾ അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്നരുളി ചെയ്ത വഴിയും സത്യവും ജീവനുമായ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലുള്ള അടിമത്തങ്ങളിൽ നിന്ന്, നുണപറച്ചിൻ്റെ അടിമത്തത്തിൽ നിന്ന്, പുകവലിയുടെ, മദ്യപാനത്തിൻ്റെ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ, കുറ്റം പറച്ചിലിൻ്റെ, കുറ്റം കേൾക്കുന്നതിൻ്റെ അടിമത്തത്തിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. യേശുവേ, അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ സ്വതന്ത്രരാക്കാൻ കഴിയുകയുള്ളൂ. അങ്ങേക്ക് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയത്തുള്ളൂ. ഞങ്ങളിത് വിശ്വസിക്കുന്നു, ഞങ്ങൾ ഏറ്റുപറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു. എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ.
സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന